രാധാകൃഷ്ണൻ, പ്രൊഫസർ സി പി ഡോക്ടർ ആർമി, ഡോക്ടർ സുവർണ, ശ്രീമതി ഇ രാധാമണി, പ്രൊഫസർ സി പി അരവിന്ദൻ, ഡോക്ടർ രഞ്ജിത് കൃഷ്ണൻ, ശ്രീ ഷിൻജി, ശ്രീ ബി അനിൽകുമാർ, പ്രജീവ്, പരിഷത്ത് പ്രവർത്തകരെ, ഏറ്റവും വലിയ അഭിമാന സന്തോഷമുള്ള ഒരു ദിവസമാണിത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് ജോലിയായി വന്ന സമയം മുതല് ശ്രദ്ധിക്കുന്ന ഒരാളാണ് പ്രദീപ്. ഞാൻ ഒരു പ്രത്യേക ഒരു അടുക്കും ഒരു ചിട്ടയൊക്കെ ഉണ്ട്, പൂർണ്ണമായി ഇടപെടലിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെയാണ് ആദ്യം ശ്രദ്ധിച്ചത്. പിന്നീട് വർക്ക് മേഖല വന്നപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓരോ സഹപ്രവർത്തകരും വളരെ കഠിനമായി വ്യത്യസ്ത രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ ഒരു പുസ്തകത്തിന്റെ രൂപകൽപ്പനയൊക്കെ വരുമ്പോൾ രൂപകൽപ്പനയിലെ ആളുകളുമായിട്ട് ഇടപെടുമ്പോഴാണ് പ്രദീപിനെയും രാജേഷിനെ അവരെയൊക്കെ കൂടുതൽ അടുത്തറിയാൻ സാധിച്ചത്. പ്രദീപിന്റെ ഈ പുസ്തകം ഞാനും വായിച്ചു. എനിക്ക് തോന്നുന്നത് പുസ്തകം ആദ്യം കണ്ടപ്പോൾ തന്നെ അതൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു പുസ്തകമാണ്. അത് അതിന്റെ ഒരു കളറും അതിന്റെ ലേഔട്ടും എല്ലാം മനോഹരമായിരിക്കുന്നു. കാരണം അത് എടുക്കുമ്പോഴേ നമുക്കൊരു ഓമനത്തോ അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഇമ്പം തോന്നുന്ന പുസ്തകമാണ്. അതിന്റെ ആഖ്യാനം അങ്ങനെയാണ്. അതൊരു പരിഷത്ത് സ്കൂളിന്റെ പുസ്തകമാണ്. അങ്ങനെ പറയാൻ കാര്യം, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്കൊന്ന് ഒരു അപ്പർ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പരിഷത്തിന്റെ സയൻസ് സ്ട്രീം എന്ന് പറയുന്ന 50 പുസ്തകത്തിന്റെ ഒരു സീരീസ് വരുന്നത്. പല കാര്യങ്ങളെ ഒപ്പം മനുഷ്യരോടുള്ള സാമൂഹികമായിട്ടുള്ള തുല്യതാ ബോധം, ചരിത്രം, ക്ലാസിക്കുകളെ തിരിച്ചറിയുക, അന്ന് വായിച്ച പുസ്തകങ്ങളുടെ ആഖ്യാനം അന്നത്തെ എഴുത്തുകാരെയും ഒക്കെ ഇന്നും മനസ്സിലുണ്ട്. ട്രോയുടെ നാട്ടിൽ എന്ന് പറയും, ട്രോയിലെ സുന്ദരി എന്ന് പറയുന്ന സത്യത്തിൽ ഇലിയഡിനെ വായിക്കാൻ നമ്മളെ പിന്നീട് വായിക്കാൻ പ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ശരിക്കും നരവംശ ശാസ്ത്രമാണ്. അതേസമയം തന്നെ അതിൻ്റെ അകത്ത് സാമൂഹ്യ തുല്യതയെ കുറിച്ചുണ്ട്. സിന്ധുവിന്റെ കഥ, ഇങ്ങനെ നൈൽ ഡയറി, ഇങ്ങനെ ഓരോരോ അതിൽപ്പെട്ട ഓരോ പുസ്തകവും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുകയാണ്. കാരണം വലിയ വരുമാനമൊന്നും, ചെറിയ ഒരു സ്കൂൾ അധ്യാപകരാണ് പേരൻസ്. പക്ഷെ ഓണത്തിന് സമ്മാനം കൊണ്ടുവന്ന ഈ പുസ്തകമാണ്. എന്നിട്ട് എല്ലാവരുടെയും കൈ 10 പുസ്തകം എടുത്ത് കൊടുക്കുന്നത് വായിച്ചൊക്കെ ഓർക്കാൻ. ആ സ്കൂളിങ്ങിൽ തന്നെയാണ് പ്രദീപിന്റെ പുസ്തകം നിൽക്കുന്നത്. ആളുകൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ സയൻസിനെ, ശാസ്ത്രത്തെ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തെ, ജീവിത പാഠങ്ങളെ ചെറിയ ആളുകൾക്കും മുതിർന്ന ആളുകൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ആഖ്യാനം ചെയ്യുന്ന ഒരു ആഖ്യാന രീതി പരിഷത്തിനുണ്ട്. അത് ഈ പുസ്തകത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. ഞാൻ പരിഷത്തിനെ അഭിനന്ദിക്കുന്നു, പ്രദീപിനെ അഭിനന്ദിക്കുന്നു. ചാമക്കഞ്ഞി എന്ന് പറയുന്നത് വളരെ കോമൺ ആയിരുന്നു. നമ്മുടെ വല്യമ്മച്ചിയും ഒക്കെ പറയുന്നതാണ്. അത് അങ്ങനെയുണ്ട്. അതേസമയം തന്നെ തിന നമ്മുടെ നാടൻ പാട്ടിലേ ഉണ്ട്. പല കറുത്തവന് കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു മല വെട്ടി തിന നട്ടു. അപ്പോൾ ആ നട്ടത് തിനയാണ്, നെല്ലല്ല. അപ്പൊ നാടൻ പാട്ടിൽ ഈ കിടക്കുകയാണ് തിന. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. സംഘകാല കൃതികളിലുള്ള മരുതൻ നിലത്തിലെയും കുഞ്ചിയിലത്തിലെയും കൃഷികൾ വരുമ്പോൾ അതിനകത്ത് പലതരം മില്ലറ്റ്സ് ഉണ്ട്. അത് കൊത്തിക്കളയാൻ വരുന്ന പന്നിയുണ്ട്, അതിനകത്ത് അതിന് കൃഷി ചെയ്യുന്ന ആളുണ്ട്, അവർ പ്രേമിക്കുന്ന പെണ്ണുണ്ട്, കാത്തിരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ചേർന്ന് വരുന്ന ഒരു സാകല്യം, ഒരു ഹോൾനെസ് അതിനകത്ത് ഈ കൃഷിയായിട്ട് ഈ പറഞ്ഞ കാര്യമൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എവിടെയോ മറന്നുപോയ ജീവിതത്തിന്റെ അത്തരം ലളിതവുമായിട്ടുള്ള പാഠങ്ങളെ അല്ലെങ്കിൽ ഭക്ഷണശീലങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിന്റെ ആചരണം മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ബോധവൽക്കരണവും നല്ലതായിരിക്കും. അത് പറയാൻ വലിയ പ്രസംഗത്തിന്റെയും കഠിനമായ ഭാഷയുടെയും കഠിനമായ ഒരു ആഖ്യാന രീതിയുടെയും വഴി സ്വീകരിക്കാതെ കുട്ടികൾ സംസാരിക്കുന്നവല്ലേ അല്ലെ. ഉമ്മണി പ്രദീപിന്റെ മോളാണെന്നാണ് ഇപ്പോൾ അണ്ണം പറയുന്നത്. അപ്പൊ ഉമ്മണി പറയുന്നത് ഇമ്മണി വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് ആ ഉമ്മിണിയും ഇമ്മിണിയും ഒക്കെ ഉള്ള ആ വലിയ കാര്യങ്ങളുടെ ഒരു ലോകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും
മില്ലറ്റ് ജീവിത വ്യവസ്ഥയാകുന്നത് നല്ലതാണ്. ഞാൻ ഒരു 2-3 വർഷമായതേ ഉള്ളൂ മില്ലറ്റിലേക്ക് വന്നിട്ട്. പക്ഷെ നമ്മളുടെ നാട്ടുമ്പുറത്തൊക്കെ അമ്മച്ചിമാര് പറയും ആ വജ്ര ഉണ്ട് എന്ന് പറയും. അതായത് ആ റേഷൻ കടയിൽ നിന്ന് അപ്പൊ കിട്ടിയത് വജ്ര, അതാണ് വജ്ര എന്ന് പറയുന്നത്. വജ്രയുണ്ട്, നെയ്സാണ് കിട്ടിയത്, ചോള, അങ്ങനെ. അതായത് അരിയും ഗോതമ്പും ഇല്ലാത്തപ്പോഴും ഗ്രാമങ്ങളെ ഊട്ടിയത് പലപ്പോഴും ഇത്തരം അന്നത്തെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ വന്നിരുന്ന ഇത്തരം ധാന്യങ്ങളുടേതായ ഒരു ലോകവും ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്കാരമായും ജീവിത ഇടങ്ങളിലെ വിശപ്പിന്റെ വിളികളെ തിരിച്ചറിയുന്ന സാന്നിധ്യമായും പാട്ടായും ഒക്കെയും ഈ മില്ലറ്റ്സ് പല രൂപത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടെ ഉണ്ടായിരുന്ന, ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും മറന്നു പോകുന്നവരാണ് പലപ്പോഴും മലയാളികൾ. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഒരു അധിനിവേശകമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്കുണ്ട്. കാരണം ഏറ്റവും അധികം പലതരം കൊളോണിയലൈസേഷന്റെയും പലതരം കച്ചവട അങ്ങനത്തിലുള്ള സാമൂഹ്യ സമ്പർക്കങ്ങളുടെയും ഏറ്റവും അധികം പ്രവാസ ജീവിതാനുഭവങ്ങളുടെയും അവരുടെ തിരിച്ചുവരവിന്റെയും ഒക്കെ കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സാമൂഹ്യ ഭൂപടത്തിനകത്ത് ഒരുപാട് പുതിയനം ഭക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ആ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പലപ്പോഴും ഇവരൊക്കെ മറന്നു പോകാം. പക്ഷെ ഇവര് മറക്കേണ്ടതല്ല എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ വരകും കൂവരകും ചാമയും തിനയും ഒക്കെ ഉള്ള ഈ ചാമയാണ് ഏറ്റവും രുചിയുള്ളത്. അതിന്റെ കഞ്ഞിയും അതിന്റെ ചോറും ഒക്കെയാണ് സത്യത്തിൽ ഏറ്റവും രുചി. മറ്റേ തിനയുടെ ചോറിനേക്കാളും കഞ്ഞിയേക്കാളും ഒക്കെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രദീപ് എന്ന് പറയുന്ന ഒരു പ്രതിഭാശാലിയാണ്. അപ്പൊ ആ പ്രദീപ് ഇത്രയും നല്ല നരേഷൻസ്, ഇത്രയും നല്ലൊരു ബുക്ക്, അത് ഉള്ളടക്കത്തിലും ആഖ്യാനത്തിലും അതിന്റെ പ്രൊഡക്ഷനിലും വളരെ മനോഹരമായിരിക്കും. ഇതെല്ലാം ചേർന്ന ഈ പുസ്തക നിർമ്മാണം എനിക്ക് തോന്നുന്നു ഇതൊരു ഏകാംഗ അഭിനയമായിരിക്കും മിക്കവാറും ഇതെല്ലാം ഇതിന്റെ ഈ ലേഔട്ടിലും എഴുത്തിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ പ്രതിഭയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു അഭിമാനമാണ്. പ്രദീപ് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രതിഭയുള്ളവരാണ്. പക്ഷെ ഈ സന്ദർഭത്തിൽ ഈ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രസൻസ് ആണ് ഈ പ്രദീപ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളും കൊച്ചു പ്രായം തൊട്ട് ഒരു പരിഷത്തിന്റെ സഹയാത്രികയായിട്ട് നിൽക്കുന്നത്, പഠിക്കുമ്പോൾ പുസ്തകങ്ങളായും വളരുമ്പോൾ പുസ്തക വിൽപ്പനയായും പിന്നീട് ഗൃഹ കുടിയിരുപ്പായും ജോലി സ്ഥലങ്ങൾ അങ്ങനെ പോകുന്ന ഒരു ലോകവും ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ ഓർക്കാണ്. ഇടയ്ക്ക് അതിൽ നമ്മളോട് ഈ വീട്ടുകൂടിയിരിപ്പുകളിലും ഒക്കെ ഏറ്റവും ഇടപെട്ടിരുന്ന ചിലരുടെ മരണവും സാന്നിധ്യവും ഒക്കെ പലപ്പോഴും പിന്നീട് അത്തരം കൂടിയിരിപ്പുകളെ അങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ കാലഘട്ടത്തിന്റെ പലരും ഇന്നും പ്രിയപ്പെട്ടവരാണ്. ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രദീപിന് അഭിനന്ദനങ്ങൾ. നന്ദി.